ഞാൻ മിച്ചും കൂടി ഇന്ന് കേക്ക് വേൾഡിൽ, അതായത് നെടുമങ്ങാടുള്ള കേക്ക് വേൾഡിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അതായത് ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് ഏകദേശം ഈ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയാം. മെയിനായിട്ട് നമ്മൾ കഴിക്കാൻ വന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീസ് ബോംബാണ് കഴിക്കാൻ ഉദ്ദേശിച്ച് വന്നത്. അപ്പോൾ അവിടെ പോയപ്പം മിച്ചുവിന് ആദ്യം വേണ്ടത് ബ്രോസ്റ്റഡ് മതിയെന്ന്. എന്നാൽ പിന്നെ മിച്ചുവിന് ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്യാം. ബ്രോസ്റ്റഡൊക്കെ ഓർഡർ ചെയ്ത് ചീസ് ബോംബ് ഓർഡർ ചെയ്തു. പിന്നെ നമുക്ക് രണ്ടുപേർക്കും, മിച്ചുവിന് ഒരു ഷാർജയും എനിക്കൊരു ജ്യൂസും നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന്. അപ്പം മിച്ചു എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഗൈസ് അതൊക്കെ പറഞ്ഞിട്ട് മിച്ചു ഇൻട്രോ ഒക്കെ കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. എന്നിട്ട് നമ്മൾ കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു, ഏകദേശം ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിരുന്നു. എൻ്റെ പൊന്ന് ഗൈസ്, ഞാനൊരു കാര്യം പറയാം. അതായത് ഞാൻ എന്തിനാണ് ഇവിടെ കഴിക്കാൻ വന്നത്? ഇത്രയും കഷ്ടപ്പെട്ട്, സത്യം പറഞ്ഞാൽ വണ്ടി പോലും എടുത്തില്ല, നടന്ന് വെയിലത്ത് നടന്ന് ഇത്ര കഷ്ടപ്പെട്ട് വന്നത് ചീസ് ബോംബ് കഴിക്കാം എന്നുള്ളൊരു ഒരൊറ്റൊരു ഉദ്ദേശത്തിലാണ് ഇവിടെ തന്നെ വന്ന് കഴിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോയേനെ, ഇവിടെ തന്നെ വന്ന് കഴിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് പണി കിട്ടിയത് ഞാൻ എന്തായാലും വീഡിയോയുടെ എൻഡിൽ പറയാം എന്താണ് സംഭവം എന്നുള്ളത്. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ കൊടുക്കുന്നതിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, അതൊന്ന് ക്ഷമിക്കണം. എന്നിട്ട് ആദ്യം മിച്ചുവിൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്. മിച്ചു കഴിക്കാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ കട്ട വെയിറ്റിങ്ങിലാണ്. ഇപ്പം എൻ്റെ ചീസ് ബോംബ് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ നമ്മുടെ ജ്യൂസും എത്തിയിട്ടുണ്ട്. ഷാർജയും എൻ്റെ ഗ്രേപ്പ് ജ്യൂസും വന്നിട്ടുണ്ട്. നമ്മളതും കഴിച്ചു തുടങ്ങി. ജ്യൂസ് കുടിച്ച് ഏകദേശം സമയമായപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം വന്നിട്ടുണ്ട്, ചീസ് ബോംബ്. ഞാൻ ഈ ഒരു സാധനം എന്ത് ചെയ്തു, മിക്സ് ചെയ്തു. അതായത് മിക്സ് ചെയ്യുന്ന വീഡിയോ, അതായത് ഇതിലോട്ട് സിറപ്പ് ഒഴിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് വിചാരിച്ചത്. പക്ഷേ സ്റ്റാർട്ടായില്ലായിരുന്നു. ഓക്കെ, എന്തായാലും സിറപ്പൊക്കെ ഒഴിച്ചു. ഞാൻ കഴിച്ചു തുടങ്ങി. ഒറ്റ ബൈറ്റേ ഞാൻ എടുത്തുള്ളൂ. ആ ഒറ്റ ബൈറ്റിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലൊരു റിഗ്രറ്റിൻ്റെ ഫീൽ ഉണ്ടായിരുന്നില്ല. അതായത് എനിക്ക് എന്താ പറയുക, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയാം. അതിനി എൻ്റെ ടേസ്റ്റ് ബഡ്സിൻ്റെ കുഴപ്പമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത്രയ്ക്കുള്ള ഹൈപ്പിനുള്ള സാധനമേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഈ വീഡിയോ മിച്ചുതാ പറഞ്ഞ കേട്ടോ, മിച്ചുവിന് ഒരു ശകലം മിച്ചു കഴിച്ചതേ ഉള്ളൂ. അപ്പോഴേ മിച്ചുവിന് വേണ്ടെന്നാണ് മിച്ചു പറഞ്ഞത്. എനിക്ക് അത്രയും, അതായത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ പോലും എനിക്ക് അത്രയും പറ്റാണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, എനിക്ക് വീഡിയോ പോലും എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് ആ ഒരു ടേസ്റ്റ് എനിക്ക് ഒരാഴ്ചയായിട്ടും എനിക്ക് പോയിട്ടില്ല. വീട്ടിൽ വന്ന് വേറെ എന്തൊക്കെ കഴിച്ച് നോക്കിയിട്ടും എനിക്കതിൻ്റെ ടേസ്റ്റ് പോകുന്നില്ല. അതായത് ഏകദേശം ഇനി എന്തെങ്കിലും ഫുഡ് പോയ്സൺ ആണോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഏകദേശം ഒരാഴ്ചയോളം ഞാൻ കിടപ്പിലായിരുന്നു, ഛർദിലും അങ്ങനെയൊക്കെ ആയിട്ട് കിടപ്പിലായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ബാക്കി എല്ലാ ഫുഡും നല്ലതായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി മിച്ചുവാണ് എനിക്കിത് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. അത് കഴിഞ്ഞിട്ട് മിച്ചുവിനും വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് മിച്ചുവിൻ്റെ കുറച്ച് വീഡിയോസും എടുത്ത് വെച്ചിട്ടുണ്ട്. മിച്ചുവിനെ കാണാനേ പറ്റത്തില്ല. മിച്ചുവിൻ്റെ തല വെളിയിലോട്ട് എടുത്ത് വെച്ചാലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ മിച്ചുവിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് വിഷമത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ 250 രൂപ പോയല്ലോ എന്നുള്ള വിഷമത്തിൽ. അതും പോട്ടെ, എൻ്റെ ഒരാഴ്ച, സത്യം പറയല്ലോ, ഒരാഴ്ച ഞാൻ അനുഭവിച്ചത് കഴിച്ചതിൻ്റെ പേരിൽ ഞാൻ ആ ഒരൊറ്റ വിഷമത്തിലാണ് ഇങ്ങനെ പണ്ടാറടങ്ങിയിരിക്കുന്നത്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നെന്ന് ആലോചിച്ചിട്ട്. അതായത് 250 രൂപയും പോയി, എനിക്ക് എൻ്റെ എന്താ പറയുക, എൻ്റെ ആ ഒരു ടേസ്റ്റും നഷ്ടപ്പെട്ട് എനിക്ക് ഒരാഴ്ചയോളം അനുഭവിക്കേണ്ടി വന്നു. അത്രത്തോളം. അതിനി എന്തുകൊണ്ട്, എൻ്റെ ടേസ്റ്റ് ബഡ്സിൻ്റെ പ്രശ്നമാണോ അതെ വേറെ എന്തെങ്കിലുമാണോ? പക്ഷേ ആ ഓരോ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ അത്രത്തോളം ഹൈപ്പുള്ള വീഡിയോസ് അല്ലേ അതിനെപ്പറ്റി. പക്ഷേ അത്രയ്ക്ക് ഒന്നുമില്ല. ആരും പോയി പെടരുത്, അത്രമാത്രം ഒന്നുമില്ല ഈ ഒരു സാധനത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട്.